യോഗത്തിന്റെ അധ്യക്ഷൻ, സംഘടനയുടെ രക്ഷാധികാരി ശ്രീ റോബിൻ ബേബി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭിനന്ദനായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത ഡോക്ടർ സഖറിയാം സ്മാർ അബ്രേം തിരുമേനി, മികച്ച സാമൂഹിക പ്രവർത്തക ഡോക്ടർ MS സുനിൽ, ഈ മലയോര ജില്ലയുടെ അഭിമാനം, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനം ഡോക്ടർ സിമി മറിയം ജോർജ്, വന്യ വൈദിക ശ്രേഷ്ഠൻ, ബഹുമാന്യരായ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2-3 മിനിറ്റിനകത്ത് എൻ്റെ ആമുഖം അവസാനിപ്പിക്കാം. സമയം അതിക്രമിച്ചു എന്നെനിക്കറിയാം. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പ്രിയപ്പെട്ട ലാലുമ്മൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു 15 ചെറുപ്പക്കാരുടെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സുഖദുഃഖങ്ങൾ പരസ്പരം ആരാഞ്ഞുകൊണ്ട് തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കിവെക്കുവാൻ കാണിച്ച മനസ്സ് അവർക്ക് എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകില്ല. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇവർ കാണിച്ചിരിക്കുന്ന ഈ ഒരു ദീർഘവീക്ഷണം അതൊരു സമൂഹത്തിനൊരു സന്ദേശമാണ്. വ്യക്തിപരമായി ചെയ്യാമാവുന്ന ഒരുപാട് കാര്യങ്ങൾ അത് അവർ വ്യക്തിപരമായി തന്നെ ചെയ്യുന്നു. പക്ഷെ അവരെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സംഘടന രൂപീകരിച്ചപ്പോൾ ഇതിന് എന്ത് പേര് കൊടുക്കണം എന്ന് ആലോചിച്ചപ്പോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് മാർ ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ഫോറം. അത്രമാത്രം അവരെ സ്വാധീനിച്ച ഒരു പുണ്യപുരുഷന്റെ നാമധേയത്തിൽ ഈ സംഘടന ഇന്നിവിടെ അഭിമന്യ പിതാവിന്റെ കൈകളെല്ലാം തുടക്കം കുറിക്കുകയാണ്. ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾ എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടാകണം. ഒരുപാട് പദ്ധതികൾ ഈ ഡിസംബർ 31-നകത്ത് 3 ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരു കർമ്മ പദ്ധതി അവർ തയ്യാറാക്കി. ഇന്ന് മാത്രം 1 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെ നടക്കുകയാണ്. അത് നമ്മൾ അപേക്ഷകൾ സ്വീകരിച്ചോ അല്ലെങ്കിൽ ഒരുപാട് പബ്ലിസിറ്റി കൊടുത്തോ ഒന്നുമല്ല. നമുക്ക് സിബിസാറിനെ പോലെ വിശ്വാസയോഗ്യമായ ആളുകളിൽ നിന്ന്, അവർ തന്ന ലിസ്റ്റിൽ നിന്ന്, അവർ പറഞ്ഞ അവർ ഔദ്യോഗികമായി തന്ന രേഖകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തു. ചിലർക്ക് ഇന്ന് ഇവിടെ വരുവാൻ കഴിയാതെ ആയിട്ടുള്ള വളരെ വളരെ കഷ്ടം അനുഭവിക്കുന്ന രോഗികളുണ്ട്. അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ നാളെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഇത് അടൂര് മാത്രമോ പത്തനംതിട്ട ജില്ലയിൽ മാത്രമോ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. ഞങ്ങൾക്ക് പോവുകയാണ്. പാറശാല മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ മേഖലകളിലേക്ക് ഒരുപാട് മേഖലകൾ ഞങ്ങൾ ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ ഹോസ്പിറ്റലുകളുമായി ഡയാലിസിസിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ